ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്ന ദിവസം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ലക്ഷ്യത്തോടെ വികസിത ഭാരതിനായി തുടർച്ചയായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇത് നേതാജിക്കുള്ള യഥാർത്ഥ ആദരാഞ്ജലിയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാജ്യം മുഴുവൻ ആദരവോടെ സ്മരിക്കുകയാണെന്ന് മോദി പറഞ്ഞു. ഈ വർഷത്തെ പരാക്രം ദിവസിന്റെ മഹത്തായ ആഘോഷങ്ങൾ ഒഡീഷയിലെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് നടക്കുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഒഡീഷയിലെ ജനങ്ങളെയും സർക്കാരിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. നേതാജിയുടെ ജീവിത പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കി ഒഡീഷയിലെ കട്ടക്കിൽ ഒരു വലിയ പ്രദർശനം നടന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നിരവധി കലാകാരന്മാർ ക്യാൻവാസിൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ സുഭാഷിന്റെ ജീവിത പാരമ്പര്യം നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആസാദ് ഹിന്ദു ആയിരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് നേതാജി ജനിച്ചത്. സിവിൽ സർവീസ് പരീക്ഷ പാസ്സായതിനാൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാകാനും സുഖകരമായ ജീവിതം നയിക്കാനും കഴിയുമായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിനായുള്ള അന്വേഷണത്തിൽ നേതാജി തിരഞ്ഞെടുത്തത് ബുദ്ധിമുട്ടുകളുടെയും വെല്ലുവിളികളുടെയും പാതയാണെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. കംഫർട്ട് സോണിന്റെ സുഖ സൗകര്യങ്ങളാൽ നേതാജി ബന്ധിക്കപ്പെട്ടിരുന്നില്ല. നമ്മളും കംഫർട്ട് സോണിൽ നിന്ന് മറികടന്ന് വികസിത ഭാരതം കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്നും മോദി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി നേതാജി രൂപീകരിച്ചത് ആസാദ് ഹിന്ദ് ഫൗജ് ആണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ ഐക്യം ഇന്നത്തെ രാജ്യത്തിന് ഒരു സുപ്രധാന പാഠമാണെന്നും മോദി എടുത്തു പറയുകയുണ്ടായി. സ്വരാജിന് അന്ന് ഐക്യം അനിവാര്യമായിരുന്നതുപോലെ വികസിത ഭാരതത്തിന് അത് നിർണായകമാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് ഉള്ളത് എന്നും മോദി പറയുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിനെ ഇന്ത്യ എങ്ങനെ സ്വന്തമാക്കുന്നുവെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. രാജ്യത്തെ ദുർബലപ്പെടുത്താനും ഐക്യം തകർക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണം. ഇന്ന് ഇന്ത്യ ഒരു കൊളോണിയൽ ചിന്താഗതിയിൽ നിന്ന് കരകയറുകയും പൈതൃകത്തിൽ അഭിമാനത്തോടെ വികസിക്കുകയും ചെയ്യുകയാണ്. ദ്രുതഗതിയിലുള്ള വികസനം സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുകയും സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കഴിഞ്ഞ 10 വർഷമായി രാജ്യം തെളിയിച്ചു. കഴിഞ്ഞ ദശകത്തിൽ 25 കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയത് വലിയ വിജയമാണെന്നും മോദി അവകാശപ്പെട്ടു. ഏതായാലും മോദിയുടെ ഈ ദീർഘദൃഷ്ടി എത്രത്തോളം ഫലവത്താവുമെന്ന് കണ്ടുതന്നെ അറിയണം.